ഇന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ. ഉപ്മാവാണേ, പക്ഷേ ഗോതമ്പം കൊണ്ടുള്ള കേട്ടോ. നമ്മൾ ബെൻസി റവ എന്നൊക്കെ പറഞ്ഞിട്ട് ഗോതമ്പ് റവ കിട്ടില്ലേ, അത് തീരെ നൈസല്ല, എന്നാൽ ഭയങ്കര വലുതല്ല, ഉപ്മാവിൻ്റെ തന്നെയാണ് കേട്ടോ. നല്ല നൈസും കിട്ടുമേ. അപ്പോൾ അതിന് കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ജോലിക്കൊക്കെ പോകുന്നവർക്ക് പെട്ടെന്ന് ഉണ്ടാക്കി വെക്കാൻ പറ്റുന്ന ഒരു ഉപ്മാവാണേ. നമ്മൾ കൂടെ നിൽക്കേണ്ട ആവശ്യമില്ല, നമുക്ക് കുക്കറിലാണ് ചെയ്യണത്. ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടലപ്പരിപ്പ്, ഉഴുന്ന് പരിപ്പ്, പിന്നെ അതുപോലെ തന്നെ കടുക് മുളക് പൊട്ടിക്കുന്നുണ്ട്. എന്നിട്ട് സവാള ഇട്ടിട്ട് വഴറ്റാണ് ചെയ്യുന്നത്. ഈ ഒരു ഗ്ലാസ്സിന് ആണ് എടുത്തിരിക്കുന്നത്. ഇത് ഈ ഒരു വലുപ്പമാണ് കേട്ടോ ഉള്ളത് നമ്മുടെ ഗോതമ്പ് റവ എന്ന് പറയുന്നത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്ത് സവാളയും പച്ചമുളകും ഇഞ്ചിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയിട്ടുണ്ട്. ആ വഴന്ന് വരുന്ന സമയത്ത് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ഈ ഒരു ഗോതമ്പ് റവ ഉണ്ടല്ലോ, അത് നമ്മളിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ്. ഒന്നിങ്ങനെ ചൂടാക്കി മൂപ്പിക്കുകയാണ് കേട്ടോ ചെയ്യണത്. കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. സവാളയും ഇഞ്ചി പച്ചമുളക് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ പിന്നെ അതിലേക്ക് നമുക്ക് ഈ സമയത്ത് വേണ്ടി നെയ്യ് ആഡ് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് എത്ര നെയ്യ് വേണോ അത് നമുക്ക് ആഡ് ചെയ്യാം. പിന്നെ ഇത് ഇത്തിരി വലിയ റവ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ഗ്ലാസ് അരിക്ക് നമ്മൾ ഗോതമ്പ് അരിക്ക് നമ്മൾ ഗോതമ്പ് റവയ്ക്ക് നമ്മൾ 2 ഗ്ലാസ് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇരട്ടി വെള്ളം വെച്ചിട്ടുണ്ട് കുക്കറിൽ. എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നെയ്യിൻ്റെ അളവ് നമുക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. പിന്നെ അതിൽ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് നമ്മൾ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നത്, ചെറിയൊരു ലൈറ്റ് മധുരവും കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് കായപ്പൊടി അതും ആഡ് ചെയ്യുന്നുണ്ട്. ഒക്കെ കുറച്ച് നുള്ളു മതി കേട്ടോ. അതുപോലെ തന്നെ പഞ്ചസാര ആയാലും കുറച്ച് മതി. അപ്പോൾ അത്രയും വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, നന്നായിട്ട് ഒന്ന് തിളവതിന് ശേഷം നമ്മൾ നന്നായിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ട് അതിൻ്റെ കൂടെ തേങ്ങ ഇടുന്നുണ്ട്. അത് പറയാൻ മറന്നുപോയി. ഒരു പിടിക്കണക്ക് തേങ്ങ ഇട്ടിട്ടുണ്ട്. അതും നമ്മൾ ഇതിൻ്റെ കൂടെ നമ്മൾ മിക്സ് ചെയ്യുന്നുണ്ട് നന്നായിട്ട് കേട്ടോ. എന്നിട്ട് എല്ലാം കൂടി ഒന്നിച്ചിട്ട്, അതേ പറഞ്ഞാൽ സമയം അധികം വരില്ല എന്നെല്ലാം നമ്മൾ ആദ്യമേ എടുത്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സമയം അത്ര വരില്ല കേട്ടോ. അപ്പോൾ നമ്മൾ തേങ്ങയും കൂടി ഇട്ടിട്ട് അടച്ച് വെക്കുകയാണ്. അടച്ച് വെച്ചിട്ട് 2 വിസിലാണ് കേട്ടോ. ഈ മീഡിയം ഫ്ലെയിമിൽ 2 വിസിൽ, ഓരോരുത്തരുടെ കുക്കറിൻ്റെ അനുസരിച്ചിരിക്കുക. ഇവിടെ നമ്മുടെ ഈ കുക്കറിന് നമ്മൾ 2 വിസിലാണ് വരുത്തിക്കുന്നത്. 2 വിസിൽ വരുത്തിക്കുമ്പോൾ തന്നെ വെള്ളമൊക്കെ വറ്റി നല്ല പാകമായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഓരോരുത്തർ എങ്ങനെയാണ് കുക്കർ അതിന് സമ്പ്രദായത്തിനനുസരിച്ച് ചെയ്ത് നോക്കുക. ഇവിടെ നമ്മൾ മീഡിയം ഫ്ലെയിം 2 വിസിൽ അങ്ങനെയാണ് നമ്മൾ ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ എടുത്ത് കഴിയുമ്പോൾ ഉണ്ടല്ലോ ശരിക്കും നല്ല വളർന്ന് കിട്ടും. നമ്മൾ ഈ അരി ഉപ്മാവൊക്കെ കഴിക്കുന്ന പോലെ നന്നായിട്ട് കിട്ടും കേട്ടോ. പിന്നെ ചെറിയൊരു മധുരവും അതുപോലെ തന്നെ കായത്തിൻ്റെ ടേസ്റ്റൊക്കെ ഉള്ളതുകൊണ്ട് വേറൊരു ടേസ്റ്റാണ്. പക്ഷെ നല്ലതാണ് കേട്ടോ. നമുക്ക് കുറച്ചുകൂടി ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റും പപ്പടത്തിൻ്റെ കൂടെ പഴത്തിൻ്റെ കൂടെ കഴിച്ച് നോക്കാം കേട്ടോ. ട്രൈ നോക്കും.